കണ്ണ കരിങ്കണ്ണ അങ്ങോട്ട് നോക്കരുന്ന ഇത് വല്ല അടിസ്ഥാനമുണ്ടോ? കണ്ണേറിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? കണ്ണേർ ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേർ ഉണ്ട് എന്നത് സത്യമാണ്. എത്രയോ ഹദീസുകൾ ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, അതേപോലെ ഇബ്നു മാജ ധാരാളം വായിച്ചു കേൾപ്പിക്കാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ. എന്താണ് ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പ്രത്യേക ആളുകൾ, എല്ലാ ആളുകൾക്കും ഉണ്ടാവുകയില്ല. അവർ ഒരു പ്രത്യേക സാധനത്തെ അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോൾ, ഒരു സാധനത്തിന് നേരെ അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ആദ്യമായി ആ വസ്തുവിൽ ചെന്നു പതിക്കുന്ന രശ്മി, ആ രശ്മി ചിലപ്പോൾ അത് നശിപ്പിച്ചു കളയാൻ അതിന് അത്ര പവറുള്ള രശ്മിയുള്ള ചില നോട്ടക്കാരുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. രശ്മികൾ നശിപ്പിക്കുന്നു ഉറപ്പന്നല്ലേ? കണ്ണിന്റെ രശ്മി വേറെ, സൂര്യന്റെ രശ്മി എന്റെ മനുഷ്യന് ഉപകാരം ചെയ്യുന്നുണ്ട്, ഉപദ്രവം ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വശം കണ്ണേറിന്റെ. ഇപ്പൊ കണ്ണേറുണ്ട് എന്നത് സത്യമാണ്. കണ്ണേറിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ കോരുണ്ടാക്കി വെക്കാൻ പറ്റുമോ? അത് സർവ്വസാധാരണമായി കണ്ണേറുള്ള ആളുകളുടെ ഒരു നോക്കണ സമയത്ത് എവിടെയാണോ അവരുടെ കണ്ണ് ആദ്യമായി ആ രശ്മി ചെന്ന് പതിയുന്നത്, അവിടെയാണോ അപകടം ഉണ്ടാവുക. അപ്പൊ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് സാധാരണ ഇത് ചെയ്തു വരാറുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോലങ്ങൾ ഉണ്ടാക്കുന്നത് നിശിതമായി, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് നിശിതമായി വിശുദ്ധ ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കോലവും രൂപമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വിശുദ്ധ ഇസ്ലാം എതിർത്ത രൂപങ്ങളും കോലങ്ങളും, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കുന്നത് പൂർണ്ണമായി തെറ്റാണ് എന്ന വിഷയമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണേറുണ്ട് എന്നത് സത്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു വർഷം തുടങ്ങുമ്പോഴുള്ള ചില ആചാരങ്ങളാണ്. അതിൽ ഒരാചാരം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ കാര്യമൊന്നും ശരിയായില്ലോ, എന്തേ ഞാൻ ഇന്ന ചങ്ങായിനെയാണ് കെണി കണ്ടത് എന്ന് പറയാറുണ്ട്. കെണി കാണാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? സുബഹി നമസ്കരിച്ച് മുസ്ലിം തുടങ്ങുന്ന അവന്റെ ദിവസം ബർക്കത്തുള്ള ദിവസമാണ്. ഈ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വർഷാരംഭമാകുമ്പോൾ ആദ്യം തന്നെ ആ ദിവസത്തെ ആദ്യം എഴുന്നേറ്റ് വരുന്ന ആള് നല്ല ആളാവണമെന്ന് കരുതിയിട്ട് ചില ആളുകളോട് പറയും, നാളെ 6:30 മണിയാകുമ്പോൾ നീ എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരണോട്ടോ എന്ന് പറയാം. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വേറെ ചില ആളുകൾ നല്ല ആളുകളെ കൊണ്ടുവന്ന് ആദ്യം മുഹറം 1 അല്ലെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തിൽ വീട്ടിൽ കയറ്റും, എല്ലാ റൂമിലും പിടിച്ചു കൊണ്ടുപോവുക ചെയ്യും. അതിനൊന്നും ഒരു അർത്ഥമില്ല. അതിനൊന്നും ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. സാധാരണ സ്ത്രീകൾക്കിടയിൽ സർവ്വവ്യാപകമായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് മാസം മറഞ്ഞു കാണാൻ പാടില്ല, അല്ലേ? കണ്ണൂർ പറയില്ലേ, മാസം മറഞ്ഞു കാണാൻ. വല്ലവരും കണ്ടാൽ മറ്റവൻ ചോദിക്കും, മറ്റോള് ചോദിക്കും, ഇനി ഇവിടുന്ന് നോക്കിയാൽ കാണോ? താഴത്തേക്ക് നോക്കിയിട്ടേ ചോദിക്കും, ഇവിടുന്ന് നോക്കിയാൽ കാണോ ശരിക്കും? എന്നിട്ട് പിന്നെ നോക്കണം. മാസം മറഞ്ഞു കാണാൻ പാടില്ല എന്നതിന് പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനം എവിടെയും കാണുന്നില്ല. മാസം എങ്ങനെ കണ്ടാലും നോക്കുകയും ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽഅംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഹിലാല റുഷ്ദിൻ വഖൈർ. ഇനി അടുത്തത് നമ്മുടെ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്തത് മറ്റൊരു കാര്യം, എന്തു വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായാൽ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കാറുണ്ട്. മാത്രമല്ല ഇന്നത് വ്യാപകമാണ് എൻ്റെ അഭിപ്രായം. മൊബൈൽ ഫോണുകളിലേക്ക് നിരന്തരം നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധിക്കായി ജ്യോതിഷനുമായി സംസാരിക്കൂ. മിനിറ്റിന് 9 rupees ഓൺലി, 9 രൂപ മാത്രം എന്ന് പറഞ്ഞ് നിരന്തരം മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യോത്സ്യനെ സമീപിക്കുന്നതിന്റെ വിധി എന്താണ്? ഒറ്റ അടിക്ക് കേട്ടോളൂ, ഞാൻ പറയാം. ജ്യോത്സ്യനെ സമീപിക്കുന്നതിന്റെ വിധി റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖദ് കഫറ അലാ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മേൽ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ആയിഷ ബീവി പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളുടെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല എന്നാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ചില ആളുകൾ പറയാം, അവർ പറയുന്ന പലതും സത്യമാകാറുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ജ്യോത്സ്യന്മാർ പറയുന്നത് പിശാചുക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ്. പിശാചുക്കൾ ഈ വിവരം കിട്ടുന്നത് ആകാശത്ത് വെച്ചാണ്. ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്.
فوجدناها ملئت حرسا شديدا وشهبا وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصادا. ഞങ്ങൾ ആകാശത്തിലേക്ക് കട്ട് കേൾക്കാൻ പോകാറുണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടുകൂടെ കട്ട് കേൾക്കുന്ന ആളുകൾക്ക് നേരെ ചെങ്കോല് കൊണ്ടുള്ള ഏറ് ശക്തമായി, തീ കൊണ്ടുള്ള ഏറ് ശക്തമായി. അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ അങ്ങനെ പോകാനും കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ കാലശേഷം അത് കുറഞ്ഞിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ സ്വാധീനമുള്ള, പിശാചിന്റെ സ്വാധീനമുള്ള ആളുകൾ ചിലപ്പോൾ പറയുന്നത് ശരിയായി എന്ന് വന്നേക്കാം, പക്ഷെ അവരെ സമീപിക്കാൻ പാടില്ല. അവൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിൽ അവൻ നിഷേധിച്ചവനാകുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റവാക്കിലെങ്കിലും സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അത് വിശുദ്ധ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാലോ നല്ല ചികിത്സ നടത്താവുന്നതാണ്, ആത്മീയമായ ചികിത്സ നടത്താം. പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ദിക്റുകൾ കൊണ്ടുമുള്ള ചികിത്സ നടത്താവുന്ന എന്നതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, വഖാല ഖതാദ റളിയല്ലാഹു അൻഹു പറയാൻ, ഖുൽതു ലി സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, റജുലുൻ ബിഹി തിബ്ബുൻ ഔ യുഖദു അൻ ഇംറഅതിഹി അയുഹല്ലു അൻഹു ഔ യുനശർ ഖാല ലാ ബഅസ ബി ഇന്നമാ യുരീദു ബിഹിൽ ഇസ്ലാഹ വ അമ്മ മാ യൻഫഉ ഫലം യുൻഹ അൻഹു. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, ഈ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാധാരണഗതിയിൽ ഈ പിശാചുബാധ, സിഹിർ ഒക്കെ ഈ ബാധയേറ്റ ആളുകൾ ഉണ്ടാകും, സിഹിറൊക്കെ ബാധിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ഒഴിഞ്ഞു വാങ്ങുക, യുനസ്സർ, ഈ ഒഴിഞ്ഞു വാങ്ങുക, ഒഴിഞ്ഞു മന്ത്രിച്ച് ഒഴിവാക്കുക, അത് അനുവദനീയമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി പറഞ്ഞത്, ഇന്നമാ ലാ ബഅസ ബിഹി, അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്നമാ യുരീദു ബിഹിൽ ഇസ്ലാഹ, അതുകൊണ്ട് നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് കുഴപ്പമില്ല. ജനങ്ങൾക്ക് ഉപകാരമുള്ളത് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും തടഞ്ഞിട്ടില്ല എന്നായിരുന്നു സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അതിനെ മറുപടി പറഞ്ഞത്. മാത്രമല്ല മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിശ്കാത്ത് 5-ാം ഭാഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടിയെ, ഭ്രാന്തുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ നെഞ്ച് തടവിയപ്പോൾ ആ കുട്ടി ഛർദിച്ചത് കറുത്ത ഒരു ചെറിയ നായക്കുട്ടിയായിരുന്നു. കറുത്ത രൂപത്തിലൊരു നായക്കുട്ടിയെ പോലുള്ള ഒരു മൃഗത്തെ ഛർദിച്ചു. അത് ഓടിപ്പോവുകയും ചെയ്തു. അത് സ്വഹാബത്ത് കണ്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവിയപ്പോഴാണ് അത് പോയത് എന്ന് മിശ്കാത്തിന്റെ 5-ാം ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ മുഖത്തിന് വിളറിച്ച് സംഭവിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ മന്ത്രിക്കാൻ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള ചികിത്സകൾ, ദിക്റുകൾ കൊണ്ടുള്ള ചികിത്സകൾ അനുവദനീയമാണ്. ജ്യോത്സ്യന്മാരെ സമീപിക്കലും സാഹിര്യങ്ങളെ സമീപിക്കലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം കണിശമായി എതിർക്കുകയും ശിർക്കിന്റെ ഭാഗമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.